വി കെ പ്രശാന്ത് എന്ന് പറയുന്നത് അവര് പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു മേയർ ബ്രോ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജിന്റെ ബലത്തിൽ ആദ്യത്തെ 13 വർഷം ഇരുന്നു. അതിനുശേഷം UDFന്റെ ഒരു വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നതിന്റെ ബലത്തിൽ മാത്രം കയറി വന്ന ഒരു വ്യക്തിയാണ് വി കെ പ്രശാന്ത്. പേരൂർക്കട ജംഗ്ഷന്റെ വികസനത്തിനെ കുറിച്ച് വി കെ പ്രശാന്ത് ആദ്യത്തെ 13 മാസം MLA ആയിരുന്ന സമയത്ത് തന്നെ ഒരു ചിത്രം ഇറക്കിയിരുന്നു. അവിടുത്തെ മേൽപ്പാലം അയാള് ആദ്യത്തെ 16 മാസം ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ 5 വർഷം പൂർത്തിയാക്കുന്നു. പേരൂർക്കട ജംഗ്ഷൻ വന്ന് നോക്കണം, ശവപ്പറമ്പ് പോലെ ഇടിച്ചു പൊടിച്ചിട്ടിരിക്കുന്ന, അല്ലാതെ അവിടെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയാവുന്ന സംഭവമാണത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ജനാധിപത്യ ബോധമുള്ള വികസനത്തെ കാഴ്ചപ്പാട് കാണുന്ന ഒരു മനുഷ്യനും വി കെ പ്രശാന്തിന് ഇനി വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അപ്പുറത്ത് കെ മുരളീധരനാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അയാൾ കാരണം ഈ മണ്ഡലത്തെ ഇട്ടിട്ട് ഓരോ മണ്ഡലം ചാടി ചാടി നടക്കുന്ന ആളാണ്. അദ്ദേഹം ഇനി ഇവിടെ വന്നാൽ അവിടെയും ഈ മണ്ഡലത്തിന്റെ വികസനം ലക്ഷ്യമാക്കുന്ന ജനത അയാൾക്ക് വോട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണത്തെക്കുറിച്ചും ആറ്റുകാൽ പൊങ്കാല വളരെ ഭംഗിയായിട്ട് നടത്തിയ ഒരു BJP ഭരണകൂടത്തെ അറിയാവുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും NDA BJP NDA സ്ഥാനാർത്ഥിക്ക് അല്ലാതെ വേറെ ആർക്ക് വോട്ട് ചെയ്യില്ല. വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞ യുഗമേ ഇല്ല, അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഇല്ല. വി കെ പ്രശാന്ത് ഒരു MLA, അയാളുടെ ഭരണ കാലഘട്ട യുഗം എന്ന വാക്കൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഒരു യുഗമില്ല ഇവിടെ.